പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിയാണെങ്കിലും പറയുകയാണ്, ഞാൻ കൊടുങ്കാട്ടിലാണ് പെട്ടുപോയത്. അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഞാൻ ഒരു പുലർച്ചെ 4 മണിക്കാണ് ആ കാട്ടിലൂടെ ഇങ്ങനെ വന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഞാൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ അജയനാണെങ്കിലും അബീനെ കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ തന്നെയല്ലേ നീ കഴിക്കുന്നത്, പിന്നെ വ്രതം എടുക്കുമ്പോഴെങ്കിലും അത് മര്യാദയ്ക്ക് എടുത്താൽ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇവൻ്റെ കാര്യങ്ങൾക്കാണ് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാണ്. പിന്നീട് ജയനാണെങ്കിലും അബീനെ കുറെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ കൊടുങ്കാട്ടിലാണ് പെട്ടത്, കാട്ടാനകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നിട്ടും നീ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നില്ലേ എന്നൊക്കെ അനി പറയാൻ കേട്ടോ. നിന്നെ അങ്ങനെ ആനയൊന്നും പിടിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതന്നെ വലിയ കാര്യമാണെന്ന് പറയട്ടോ. പിന്നെ എന്തായാലും അവര് വണ്ടിയിൽ കയറിയിട്ട് അങ്ങ് പോരുകയാണ്. പിന്നെ മുത്തശ്ശനാണെങ്കിലും ജലജനോട് പറയുന്നുണ്ടായിരുന്നു, വീട്ടിലുള്ളവരോടൊക്കെ കള്ളം പറയാം, പക്ഷേ ഭഗവാനോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയാം കേട്ടോ. അബിക്ക് മല കയറാൻ പറ്റിയില്ലല്ലോ, അപ്പം അതാണ് കേട്ടോ പറയുന്നത്. അപ്പം അതിനുശേഷമാണെങ്കിലും ജലജ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വീട്ടിലെ ആണുങ്ങൾ ഇങ്ങനെ വ്രതം എടുത്ത് മലയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ വീട്ടിലെ പെണ്ണുങ്ങളും ഇങ്ങനെ കള്ളം പറയാനും ഒന്നും പാടില്ല, പരദൂഷണം പറയാനും പാടില്ല, ഇതിങ്ങനെ തോന്നിയതുപോലെ തോന്നിയ വഴിക്കാണല്ലോ നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, നീ ആരുടെ കാര്യം പറയുന്നതെന്ന് ചോദിക്കട്ടോ. ആരുടെ കാര്യം? അവൻ്റെ ഭാര്യയുടെ കാര്യം തന്നെയാണ് പറയുന്നതെന്ന് പറയും. അപ്പോൾ വീട്ടിലുള്ള പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ നീയും അതിൽ ഉൾപ്പെടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ശയനപ്രദക്ഷിണം നടത്തി എൻ്റെ ആരോഗ്യത്തിനും കൂടിയാണ് അവൻ മല ചവിട്ടുന്നതെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവനത് മര്യാദയ്ക്ക് വ്രതം എടുത്ത് മല ചവിട്ടാൻ പറ്റുമായിരുന്നല്ലോ, എന്നിട്ട് അത് പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ജലജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കട്ടോ. അപ്പോഴേക്കും മലയ്ക്ക് പോയവരൊക്കെ വരികയാണ്, പയ്യപ്പന്മാർ വന്നല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ. അപ്പോൾ അബിയാണെങ്കിലും ഞൊണ്ടിയാണല്ലോ നടക്കുന്നത്. മുത്തശ്ശനാണെങ്കിലും അബീനെ കുറെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നവ്യ ഇങ്ങനെ വ്രതം തെറ്റിച്ച കാര്യമൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നവ്യനെ തന്നെ നോക്കുകയാണ്. നവ്യമോളെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിന്നോട് ഒരിക്കലും എടുക്കാൻ പറഞ്ഞത് ഞാനാണ്, എന്നിട്ടാണ് ഈ വേണ്ടാത്ത പണിയെല്ലാം കാണിച്ചത്, ഭഗവാനെ പരീക്ഷിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയണം. അപ്പോൾ നവ്യ പറഞ്ഞു എന്ന് പറയുമ്പോൾ നവ്യനെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ അബി. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നീ എന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതെല്ലാവരും അറിയേണ്ട കാര്യം തന്നെയാണ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഇവനെ കൊണ്ട് ഇങ്ങനെ വ്രതം പിടിക്കാനൊന്നും പറ്റില്ല എന്ന് ഞാൻ ഇയാളെ ഇടയ്ക്ക് പറയായിരുന്നു എന്നൊക്കെ ജയനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ദേവയാനി ആണെങ്കിലും എല്ലാവരോടും കൂടി പറയുകയാണ്, എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി വാ, ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് പറയും, എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരിടം വരെ പോകാനുണ്ട് എന്ന് പറയുമ്പോൾ ജലജ പറയാണ്, അത് എവിടേക്കാണെന്നൊക്കെ ഞങ്ങൾക്കും അറിയാമെന്ന് പറയാണ്. നിന്റെ ഭാര്യനെ കാണാനല്ലേ എന്ന് പറയുന്ന സമയത്ത് പിന്നെ എന്താ അവൻ്റെ ഭാര്യ വീട്ടിൽ പോകണ്ടേന്ന് മുത്തശ്ശൻ ചോദിക്കും കേട്ടോ. അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഭാര്യയുടെ ആരോഗ്യം മെച്ചപ്പെടാനും കൂടിയാണ് അവൻ മല ചവിട്ടിയത് എന്ന് പറയുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് അവൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയാണ്, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ഭാര്യമാരുടെ ആരോഗ്യത്തിന് വേണ്ടി ഭർത്താക്കന്മാരുടെ മല ചവിട്ടുന്നത് നല്ലത് തന്നെയാണെന്ന് പറയുമ്പോഴും അതുപോലെ ഇങ്ങനെ ദേവയാനിക്ക് ഭയങ്കര സംശയമാണല്ലോ, അതുകൊണ്ട് ദേവയാനി ഒന്നും പറയുന്നില്ല. പിന്നെ അമ്പലത്തിൽ പോയ സമയത്ത് കനക നയനേനെ പിടിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നയനേനെ കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പറയാണ്, അവൾക്ക് നല്ല ഔഷധി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അവൾക്കും ഇവൾക്കും ഒക്കെ നവ്യേനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, ഇങ്ങനെ തലയ്ക്കാണ് കുഴപ്പമെന്ന് പറയുമ്പോൾ നവ്യ തിരിച്ച് നല്ല മറുപടി കൊടുക്കുകയാണ്, എനിക്കും അവൾക്കൊക്കെ തലയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മകനൊന്നും ഈ രീതിയിൽ ഇവിടെ നിൽക്കില്ലായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, മോളെ അവളോട് സംസാരിച്ച് നിൽക്കാതെ ഈ ഞൊണ്ടി വന്ന നിന്റെ ഭർത്താവിനെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുമെന്ന് പറയും. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ജലജനോട് പറയുന്നുണ്ടായിരുന്നു, നവ്യമോള് ഇങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ നിനക്ക് മറുപടി തരുന്നുണ്ട്, പക്ഷേ നൈനമോളുടെ അമ്മായിമ്മയ്ക്ക് അങ്ങനെ മറുപടി കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ ഒരിക്കലും എന്നോട് അങ്ങനെ നേരിട്ട് നിന്ന് സംസാരിക്കുള്ളൂ എന്ന് ദേവയാനി മുത്തശ്ശനോട് പറയുമ്പോൾ നൈനമോള് ഒരിക്കലും നിന്നെ എതിർത്ത് സംസാരിക്കില്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ മോള് ഇങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് നീ മനസ്സിലാക്കുന്നില്ല ദേവയാനി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകട്ടോ. പിന്നെ അതുപോലെ തന്നെ അനാമിക മോള് വിളിച്ചിരുന്നോ എന്ന് ഇങ്ങനെ അനിയനോട് ചോദിക്കുന്ന സമയത്ത് അനി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അവൾ ഒരുപാട് തവണ എന്നെ വിളിച്ചിരുന്നു, പിന്നെ അയ്യപ്പനെയും വിളിച്ചു എന്ന് പറഞ്ഞു, ഞാനവിടെ ദർശനത്തിൽ ചെന്നപ്പോൾ അയ്യപ്പൻ എന്നോട് പറഞ്ഞു, നിന്റെ ഭാര്യ നിന്നെ വിളിച്ചിരുന്നു, എന്താ മതി പോരെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് പോകട്ടോ എല്ലാവരും കൂടെ. പിന്നീട് അതിനുശേഷമാണെങ്കിലും അങ്ങനെ ദേവയാനിയോട് ജലജ പറയാണ്, അവൻ ഇങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഓടുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ അങ്ങനെ ദേവയാനി എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടത്തി ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേട്ടു, അവൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് ദേവയാനി പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ ദേവയാനി വല്ലാതെ എതിർത്തൊന്നും പറയുന്നൊന്നുമില്ല, ആദർശിനോട് നയനയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുന്ന സമയത്തൊന്നും.
പിന്നെ അതുപോലെ തന്നെ അബി നവിയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. നീ ഇങ്ങനെ അത്യാവശ്യം വ്രതം തെറ്റിച്ചൊക്കെ പോയതുകൊണ്ട് ഞാനിവിടെ പ്രാർത്ഥനയും വഴിപാടുമായിട്ടാണ് ഇവിടെ ഇരുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഈ രീതിയിലെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. നീ കാട്ടിലകപ്പെട്ട സമയത്ത് നീ ആത്മാർത്ഥമായിട്ട് അയ്യപ്പസ്വാമിനെ വിളിച്ചില്ലേ എന്നൊക്കെ അബിനോട് ചോദിക്കൂട്ടോ. അപ്പോൾ വിളിക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, അവിടെ നല്ല കാട്ടാനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയൂട്ടോ. അത് തന്നെയാണ് അയ്യപ്പസ്വാമിയുടെ ശക്തി എന്ന് നവിയും പറയാണ് കേട്ടോ. ഇനി എന്തായാലും അടുത്ത വർഷം വ്രതം തെറ്റിക്കാതെ മലയ്ക്ക് പോകണം എന്നൊക്കെ അബി പറയുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞാൽ പോരാ, അങ്ങനെ പോവുകയും വേണം എന്നൊക്കെ പറഞ്ഞ് നവ്യ കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് മാത്രമല്ലേ മല കയറാൻ പറ്റാതിരുന്നത്, നന്നായിട്ട് വ്രതം എടുത്തവരൊക്കെ നന്നായിട്ട് അയ്യപ്പ ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയല്ലോ എന്ന് പറയൂട്ടോ. അങ്ങനെയായിരുന്നെങ്കിൽ, നന്നായിട്ട് വ്രതം എടുത്തിരുന്നെങ്കിൽ നിനക്കും അത് പറ്റുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, എന്നിട്ട് അവരൊക്കെ ഇങ്ങനെ വ്രതം എടുത്ത് ഇങ്ങനെ വന്നാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് നിന്റെ അനിയത്തി അതുപോലെ തന്നെ അമ്മായി ആയിട്ടുള്ള പിണക്കൊക്കെ തീരുമെന്ന് ഇവിടെ പലരും പറയുന്നത് കേട്ടല്ലോ, എന്നിട്ട് അതൊക്കെ നടന്നോ എന്ന് ചോദിക്കൂട്ടോ അബി. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അവർ പോയിട്ട് തിരിച്ചു വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് സാവധാനം അതൊക്കെ മാറ്റം സംഭവിക്കുമായിരിക്കും എന്നും പറയും. പിന്നീട് ആദർശ് നൈനയെ കാണാനായിട്ട് ചെല്ലുകയാണ്. നൈനയ്ക്ക് ആദർശിനെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാവുന്നുണ്ടായിരുന്നു. അമ്മേനോട് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ, ആദർശേട്ടൻ വന്നു എന്ന്. അപ്പോഴേക്കും കനകയും ഗോവിന്ദനും അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ദർശനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മകരവിളക്കും എല്ലാം കഴിഞ്ഞുകൊണ്ട് തിരക്കൊന്നുമില്ലായിരുന്നു, നന്നായിട്ട് ദർശനം കിട്ടി എന്നൊക്കെ ആദർശ് അവരോട് പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ മോനൊക്കെ തിരിച്ചു വരുന്നവരെ ഞങ്ങളും ഇവിടെ പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു, വേറൊന്നും കൊണ്ടല്ല, മോനൊക്കെ മലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണല്ലോ പറഞ്ഞിരുന്നത്. അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വീട്ടിൽ സംഭവിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അമ്മ ഞാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ എതിർത്തൊന്നും പറഞ്ഞില്ല എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നൈനേനെ തിരിച്ചു കൊണ്ടുപോകാനാണ് ആദർശ് വന്നതെന്ന് വിചാരിച്ചിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, മോളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മോള് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകാനൊന്നല്ല വന്നത് എന്ന് പറയും. പിന്നെ കനക പറയുന്നുണ്ടായിരുന്നു, മോനെടുത്ത് തന്ന വീടാണല്ലോ ഇത് ഞങ്ങൾക്ക്, അതുകൊണ്ട് മോൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ ആദർശിനെ വിളിച്ചുകൊണ്ട് നൈന അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയെങ്കിലും മോളുടെ അമ്മായിമ്മയ്ക്കൊരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ കനകയും പറയാണ്. അതിനുശേഷം പിന്നെ അവർ ആദർശവും നൈനയും കൂടെ റൂമിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ എത്തിയ സമയത്ത് തന്നെ ഞാൻ മലയ്ക്കും പോയി വന്നു, ഇങ്ങനെ വ്രതവും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നൈനനെ അങ്ങ് ചേർത്ത് നിർത്തുകയാണ് കേട്ടോ. ഇനി എനിക്ക് എൻ്റെ ഭാര്യനെ തൊടാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരങ്ങനെ ചേർന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശ് പെട്ടെന്ന് പറയാണ്, നിനക്ക് വയ്യാത്തതല്ലേ, ഞാനതങ്ങ് മറന്നുപോയി എന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ എല്ലാ അർത്ഥത്തിലും ഓക്കെ ആണെന്ന് പറയും. എന്നാൽ പിന്നെ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആദർശ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല, അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴും ഒന്നിങ്ങനെ സംസാരിക്കുക പോലും ചെയ്തില്ല, എനിക്ക് മുഖം തന്നില്ല, ആ മുഖത്ത് ഇപ്പോഴും ആ പഴയ ആ ദേഷ്യം ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറയൂട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ കാച്ചി വെച്ച പാലാണല്ലോ അമ്മ കുടിച്ചത്, അതുകൊണ്ട് തന്നെ അതിനുള്ള കാരണം ഞാനാണെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അനാമികയ്ക്ക് എന്നോടുള്ള ദേഷ്യം കൂടിയിട്ടുണ്ടാവും, നന്ദു അതുപോലെയാണല്ലോ അവളെ അടിച്ചിട്ട് എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ അതിന് എങ്ങനെ നന്ദുവിനെ അഭിനന്ദിച്ചാൽ മതിയാവില്ല എന്ന് ആദർശം പറയുന്നുണ്ടായിരുന്നു. അവൾക്കത് കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്നാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരണല്ലേ, എനിക്ക് നീ എപ്പോഴും എൻ്റെ കൂടെ അവിടെ ഉണ്ടാവുന്നതാണ് സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശേട്ടന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ, ഇതിപ്പോൾ ഭാര്യ വീടാണെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ ആദർശേട്ടൻ്റെ വീടാണെന്നല്ലേ, ആദർശേട്ടൻ്റെ അടുത്ത വീടായതുകൊണ്ട് ഇത് ആദർശേട്ടൻ്റെ വീടല്ലേ എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലാണ് ഇങ്ങനെ ഈ വീട് വാങ്ങിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇതിൻ്റെ അവകാശികൾ അവർ തന്നെയാണ്, ഇതെൻ്റെ ഭാര്യ വീടും തന്നെയാണ് എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ആദർശേട്ടന് എപ്പോഴും ഇങ്ങോട്ട് വരാലോ, എന്നെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഇങ്ങോട്ട് പോരേന്നും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമികയെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അനിയനെ കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ അവളുടെ അച്ഛൻ്റെ കരണത്ത് ഒന്ന് കൊടുത്തേനെ, ഭാര്യേനെയും അതുപോലെ തന്നെ മകളെ ഇങ്ങനെ നേർവഴിക്ക് നടത്താത്ത ഒരച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടിയാണ് കേട്ടോ ആദർശ കാര്യങ്ങൾ പറയുന്നത്. പണ്ടൊക്കെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കൊക്കെ എന്തോ ഒരു വല്ലായ്മയാണ് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്നൊക്കെ പറയൂട്ടോ. പിന്നെ എന്തായാലും ആദർശ് നൈനേനെ അങ്ങ് ചേർത്ത് നിർത്തുകയാണ്. അങ്ങനെ കുറച്ച് സമയം അവരങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ സന്തോഷത്തോടു കൂടി. പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അനാമികയുടെ അച്ഛനാണെങ്കിലും ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ നന്ദുവിനെ തല്ലി വീഴ്ത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളാണെങ്കിലും നന്ദുവിൻ്റെ വണ്ടിക്ക് കൊണ്ടുപോയി നേരെ വണ്ടി നിർത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നന്ദുവിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ നല്ല ഫൈറ്ററൊക്കെ ആണെന്നാണല്ലോ കേട്ടത്, നീ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്ക്, നമുക്കൊരു കൈ നോക്കാമെന്ന് പറയുമ്പോൾ നന്ദുവിന് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നേ. പിന്നെ ഇങ്ങനെ അയാൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു വലിയ ഫൈറ്ററാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾറെഡി അതുപോലെ തന്നെ പൊക്കവും വണ്ണൊക്കെ ഉള്ള ആളായിരിക്കും, ഇത് വെറും ചീള് കേസാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയാം കേട്ടോ. നന്ദുവിനോട് വണ്ടി
വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ നന്ദു തിരിച്ച് വണ്ടി എടുത്ത് മാറ്റാനൊക്കെ പറയുന്നുണ്ടായിരുന്നേ. നീ അത്രയ്ക്കായോ, എന്നാൽ പിന്നെ നമുക്ക് ഇവളെ വണ്ടിയോടുകൂടി പൊക്കി അങ്ങ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവന് നന്ദുവിനെ പിടിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് നന്ദു ആണെങ്കിൽ രണ്ടുപേരെയും ഇങ്ങനെ ചവിട്ടി താഴെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. നന്ദു വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. നന്ദുവിൻ്റെ അടി കൊണ്ട് എല്ലാവരും വീഴുകയും ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ടുപേരും. പിന്നെ വണ്ടിയിൽ ഒരുത്തനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നന്ദു ഇവരെ അടിച്ചിടുന്ന് കണ്ടിട്ട് അയാളാണെങ്കിൽ ബാക്കിലൂടെ വന്നിട്ട് നന്ദുവിൻ്റെ തലയ്ക്ക് അടിക്കുകയാണ് കേട്ടോ. ബാക്കിലൂടെ അടിച്ചാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നന്ദു അവിടെ ഇങ്ങനെ വീഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവരെ നന്ദുവിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് വണ്ടിയിലിട്ട് വേഗം പെട്ടെന്ന് അവിടുന്ന് പോവുകയും ചെയ്യാണ്. അതിനുശേഷം നയനയാണെങ്കിലും ഇങ്ങനെ ആദർശമായിട്ട് ഇങ്ങനെ ബൈക്കിൽ രാത്രി കറങ്ങാൻ പോയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ, അപ്പോഴേക്കും വിളിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നയനെ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ എന്തെടുക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെടുക്കാനോ, ഞാൻ ആദർശേട്ടനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് അതുപോലെ തന്നെ ഇങ്ങനെ പറയുകയും ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് ദേവയാനി ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ ബാക്കിൽ തന്നെ ദേവയാനി നിൽക്കുകയാണ് കേട്ടോ. അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആദർശ് ഇങ്ങനെ നൈനയോട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം, നീ ഇങ്ങനെ നിനക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പോലെയൊക്കെയാണ് നടക്കുന്നത്, അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യണ്ട, ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ കൂടെ നടക്കാൻ പോകണം എന്നൊക്കെ പറയുമ്പോൾ വീടിന് ചുറ്റും നടന്നാൽ മതി, നീയും നന്നായിട്ടൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ദേവേനെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നൈന പിന്നെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്മേനോട് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറയണം, കരൾ കൊടുത്തവർക്കല്ല, അത് ഇങ്ങനെ സ്വീകരിച്ചവർക്കാണ് നല്ല കെയർ വേണ്ടതെന്ന് പറയുമ്പോൾ അമ്മയ്ക്കും നിനക്കൊക്കെ നല്ല കെയർ വേണമെന്ന് ആദർശ് നൈനയോട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നീട് അതുപോലെ തന്നെ നന്ദുവിനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ കനകിക്കും ഗോവിന്ദനൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. 12 മണിക്ക് മുന്നേ ഇങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞിട്ട് പോയതാണ്, ഇതിപ്പോൾ ഇങ്ങനെ ലഞ്ചിൻ്റെ സമയമായിട്ടും കാണാനില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആകെ പേടിയുണ്ട് കേട്ടോ. നേരത്തെ ഒരു ഗുണ്ടാക്രമണം ഉണ്ടായതാണല്ലോ, പിന്നീട് അനാമികയായിട്ടും വഴക്കുണ്ടായതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പേടിയുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദർശേട്ടനോട് വിവരം പറയാമെന്ന് പറയാണ്. എന്തായാലും നന്ദുവിനെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ദൂരേക്ക് ഇങ്ങനെ ജോലിക്ക് പറഞ്ഞ് അയക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ അനിയും അതുപോലെ തന്നെ നന്ദു ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഒഴിവാക്കാം. അനിയുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നന്ദു ഉണ്ട്, അതുപോലെ തന്നെ നന്ദുവിൻ്റെ മനസ്സൊന്നും അനി അങ്ങ് വിട്ടു പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ കനകയും പറയാണ് കേട്ടോ. അതുമാത്രമല്ലല്ലോ, ജ്യോത്സ്യൻ നേരത്തെ കണ്ടപ്പോഴും പറഞ്ഞല്ലോ ഇങ്ങനെ സ്നേഹിച്ച പയ്യനെ തന്നെ കല്യാണം കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ മനസ്സിൽ അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു പേടിയാണ്. ഇനിയിപ്പോൾ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു 4-5 ആളുകൾ ഇങ്ങനെ നേരിട്ട് മുന്നിലൂടെ വന്നാൽ അവൾ ഇങ്ങനെ അടിച്ചിടും. പക്ഷേ ഇങ്ങനെ ഒരാൾ പിന്നിൽ ചെന്ന് ഇങ്ങനെ അടിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനയ്ക്കും ആകെ പേടിയാണ് കേട്ടോ. നന്ദുവിനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഫോണിലേക്കൊക്കെ വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോണിലേക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ കനക അവളുടെ ഫ്രണ്ട്സിനെ വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും വിളിച്ചു നോക്കി, അവിടെ ഒന്നും ചെന്നിട്ടില്ല, അവർക്ക് ആർക്കും അറിയില്ല നന്ദു എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല എന്നൊക്കെ പറയൂ കേട്ടോ. നന്ദുവിനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നന്ദുവിനെ കാണിക്കുന്നുണ്ടായിരുന്നു. നന്ദുവിനെ എവിടെയോ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് കൈയും കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.